ഈ അടുത്തിടെയാണ് ഈ ആനച്ചാലിൽ ഇത്തരത്തിൽ സ്കൈ ഡൈനിങ് എന്ന് പറയുന്ന പുതിയ സംരംഭം ആരംഭിച്ചത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം എന്ന പേരിൽ തുടങ്ങിയൊരു സംരംഭമാണ്. അതായത് ക്രെയിനിൽ ഉയർത്തുക, അതായത് ഡൈനിങ് സെറ്റ് ചെയ്തതിനു ശേഷം അതിൽ ആളുകളെ കയറ്റി ക്രെയിൻ ഉപയോഗിച്ച് റോപ്പിൽ ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി നിർത്തുക. അതാണ് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ ഇത് അല്പം 1.5 മണിക്കൂർ മുമ്പാണ് ഇതിൽ ആളുകൾ കയറിയത്. 2-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേരാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ കയറിയതിനു ശേഷം ഈ ക്രെയിന്റെ, അതായത് ഹൈഡ്രയുടെ ഈ സ്വിച്ച് കംപ്ലൈന്റ് ആയി, അതായത് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സ്വിച്ച് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് തന്നെ ഇത് ഉയർത്താനും താഴ്ത്താനും കഴിയുന്നില്ല. മറ്റേതെങ്കിലും വിധത്തിൽ ഇവരെ താഴേക്ക് ഇറക്കാനും കഴിയണമെങ്കിൽ മറ്റൊരു ക്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്ര എത്തിയതിനു ശേഷം മാത്രമേ അതിനെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്താനും കഴിയുകയുള്ളൂ. നിലവിൽ ഫയർഫോഴ്സോ കാര്യങ്ങളോ ഒന്നും എത്തിയിട്ടില്ല. അവരെയൊന്നും അറിയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും അറിയിച്ച് പരാതിപ്പെട്ട് ഫയർഫോഴ്സൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ സംരംഭം നടത്തുന്ന ആളുകൾക്കെതിരെ കേസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണെങ്കിലും അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ലൈസൻസോ കാര്യങ്ങളോ ലഭ്യമാകുന്ന വിധത്തിലല്ല ഇത്തരം ഒരു സംരംഭം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അനധികൃതമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സംവിധാനം തേടി എത്രയും വേഗം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ താഴോട്ട് ഇറക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഈ സ്കൈ ഡൈനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഇത് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ അത് ഊർജിതമായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ഈ ഹൈഡ്രയുടെ തകരാറ് പരിഹരിച്ചതിന് ശേഷം ഇവരെ താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ തരത്തിൽ ആശങ്ക കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കുണ്ട്.